മലയാളിയുടെ പ്രിയം ദിനംതോറും വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള എല്ലാ വീടുകളും പുതുക്കി പണിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ വീടുകൾ പുതുക്കി പണിയുമ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട ചില ചലഞ്ചസ് ആണ് വീടിന്റെ വാസ്തു, കുളത്തിന്റെ സ്ഥാനം, തുളസിത്തറയുടെ സ്ഥാനം എന്നിവയൊക്കെ. ഇതൊക്കെ അതുപോലെ തന്നെ നിലനിർത്തി മികച്ച രീതിയിലുള്ള വീടുകൾ പണി കഴിപ്പിക്കുക എന്നത് ഓരോ ആർക്കിടെക്റ്റിന്റെയും ചലഞ്ചാണ്. അങ്ങനെ പുതുക്കി പണിഞ്ഞ ഒരു വീടിന്റെ വിശേഷമാണ് മാസ്റ്റർ ക്രാഫ്റ്റ് സീസൺ 2 ഇന്ന്. മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിലാണ് തെന്നശ്ശേരി പറമ്പിൽ എന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. MES ഡെന്റൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ശശികുമാറിൻ്റെയും ഭാര്യ ബബിതയുടെയും ഈ വീട് മത്സരിക്കുന്നത് ബെസ്റ്റ് ഹോം, ബെസ്റ്റ് ആർക്കിടെക്ട് എന്നീ 2 കാറ്റഗറിയിലാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഭവന നിർമ്മാണ കലയിലെ ഡിസൈനുകളും ടെക്നോളജികളും മാറി വരികയാണ്. ഈ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് മികച്ച രീതിയിലുള്ള ഡിസൈനുകൾ ഉണ്ടാക്കുമ്പോഴാണ് മികച്ച ആർക്കിടെക്റ്റുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഹൈലൈറ്റ് കൺസ്ട്രക്ഷൻസിലെ സീനിയർ ആർക്കിടെക്റ്റായ രവിശങ്കറാണ്. ഈ സൈറ്റിലേക്ക് തന്നെ ഫസ്റ്റ് തന്നെ കൊണ്ടുവരുമ്പോൾ ഒരു പഴയ തറവാട് വീടുണ്ടായിരുന്നു ഇവിടെ. അവരുടെ കോൺസെപ്റ്റ് തന്നെ ആദ്യം ഈ തറവാട് പോലെ തന്നെ ആണ് ഇവർ ഉദ്ദേശിച്ചത്. അതിനാൽ നമ്മൾ വാസ്തു നോക്കണം. അപ്പോൾ ഇതേ തറവാട് പൊളിച്ചു മാറ്റി ഇതേ സ്ഥാനത്ത് തന്നെ വാസ്തു നോക്കി കിണർ, കുളം എല്ലാ കോൺസെപ്റ്റും എല്ലാതും അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചത് വീടുണ്ടാക്കുന്നത്. ട്രഡീഷണൽ മാത്രമാവേണ്ട, എന്തെങ്കിലും മോഡേൺ ഫീച്ചേഴ്സും കൂടി കൊണ്ടുവരാമെന്ന് വിചാരിച്ച് കുറച്ച് മോഡേൺ ഫീച്ചേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് ഫസ്റ്റ് ഉണ്ടാക്കിയത്. പുറമേയുള്ള ഭംഗിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു എലിവേഷനിൽ നിന്നും അല്പം പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കാർ പോർച്ച് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊന്നും വെട്ടി മാറ്റാതെ അത് നിലനിർത്തിയത് കാരണം ഇപ്പോൾ വളരെ കൂളായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത്. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു താഴ്ന്ന സ്ഥലമായിരുന്നു. അത് ശരിക്കും റോഡ് ലെവലിലേക്ക് പൊക്കി കൊണ്ടുവന്നിട്ടാണ് പുതിയ വീട് ചെയ്യുമ്പോൾ അത്രയും ഹൈറ്റിലേക്ക് തറ കൊണ്ടുവന്നിട്ടാണ് ഇത് പൊക്കി എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം മാക്സിമം മരങ്ങൾ ഇവിടെ കിട്ടാവുന്നിടത്തോളം നാച്ചുറൽ കുറേ പ്ലാവ്, മാവ്, ശരിക്കും ഇതിൻ്റെ ഒരു കന്നിമൂലയിലൊരു മാവ് വരുന്നുണ്ട്. ശരിക്കും വീടിൻ്റെ മുകളിലേക്ക് ഇലകളും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാക്സിമം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് കൊണ്ടുപോകാൻ ശ്രമിച്ചു. കൂടാതെ കുളം എന്ന് പറഞ്ഞ സാധനം വാസ്തുപ്രകാരം തന്നെ നോക്കി ആ കുളത്തിൻ്റെ സ്ഥാനം അവിടെ വെച്ച് ആ കുളത്തിലേക്കൊരു പടിപ്പുരയൊക്കെ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കുളപ്പുര വരെ തന്നെ ഒരു എൻട്രി കൊടുത്ത് ആ കുളത്തിനെ മാക്സിമം ഇത് വീടിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ കിണർ വരുന്നത് പോർച്ചിൻ്റെയും സിറ്റ് ഔട്ടിൻ്റെയും ഇടയിലായിട്ടാണ് കിണർ വരുന്നത്. അപ്പോൾ ആ കിണർ അവിടെ നിലനിർത്തണം. കിണർ അത്രയും നല്ല വെള്ളമാണ്, പണ്ട് മുതലേ ഉണ്ടായിരുന്നൊരു കിണറാണെന്നുണ്ടെങ്കിൽ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായിട്ട് ചെറിയ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും കൊടുത്ത് ഒരു പ്ലാന്റർ ബോക്സ് മാറി അതിനെ മാറ്റിയെടുത്തിട്ടാണ് ആ കിണർ അവിടെ നിലനിർത്തിയിട്ടുള്ളത്.
ചെങ്കലിൻ്റെയും കരിങ്കലിൻ്റെയും ഒരു മിക്സാണ് ഈ വീടിൻ്റെ എലിവേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മിക്സ് ഈ ഒരു എലിവേഷനെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ താഴെയുള്ള പുല്ലിൻ്റെ കൂട്ടത്തിലുള്ള ചെങ്കലിൻ്റെ പാവിങ് അത് ഈ ലാൻഡ്സ്കേപ്പിനെ നല്ല രീതിയിൽ മനോഹരമാക്കുന്നുണ്ട്. ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ എലിവേഷൻ, മെയിൻലി ട്രഡീഷണൽ എലിവേഷൻ പഴയ തറവാടിൻ്റെ അതേ ഫീലിംഗ് തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് മാക്സിമം നിലനിർത്താൻ ശ്രമിച്ചു. കൂടാതെ ഒരു സിറ്റ് ഔട്ട്, നോർമൽ സിറ്റ് ഔട്ട് മതി. ലിവിങ്ങിലേക്ക് കയറി കഴിഞ്ഞാൽ ലിവിങ് ഒരു ഓപ്പൺ കോൺസെപ്റ്റ് തന്നെ മതി. ഓരോ റൂം വൈസിലൊന്നും വേണ്ട, ഓപ്പൺ കോൺസെപ്റ്റ് മതി. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരു വലിയ ഡൈനിങ് വെച്ച് ഒരു കോർട്ട്യാർഡ് വരെ നിലനിർത്തി ഒരു ഓപ്പൺ ഫീലിംഗ് തന്നെ ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ ഒരു പുറത്തിരിക്കുന്ന ഫീലിംഗ് തന്നെ ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. കൂടാതെ ബെഡ്റൂം, തറവാട്, എല്ലാവരും വന്ന് ഒത്തുകൂടാൻ പറ്റിയ രീതിയിൽ തറവാട് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇത് കൊണ്ടുപോകാൻ നോക്കിയത്. വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ഡ്രോയിങ് ഏരിയ ആണ്. ഇത് ശരിക്കും ഗസ്റ്റിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു ഓപ്പൺ കൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന റൂം ആണെങ്കിൽ കൂടി ഇവിടെ ലൂവേഴ്സും ഈ ഡിസൈനും ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു സെമി ട്രാൻസ്പെറൻറ്റ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു റൂമുകളെ അപേക്ഷിച്ച് ഇവിടെ ഒരു പ്രൈവസി എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഈ റൂമിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫേർണിച്ചേഴ്സും ഈ വാൾപേപ്പേഴ്സും ഒക്കെയാണ്. ലിവിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 6 സീറ്റ് സോഫ ഉണ്ട്. ജസ്റ്റ് മാറ്റൊക്കെ ഇട്ട് ഒരു സിറ്റിംഗ് ഏരിയ, ഒരു ഗസ്റ്റ് സിറ്റിംഗ് എന്നുള്ള ലെവലിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് സീലിംഗ്, വുഡൻ സീലിംഗ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ലിവിങ്ങിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ക്രീൻ ഒരു പാർട്ട് വെച്ചിട്ട് ഡൈനിങ്ങിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലൂവേഴ്സ് കർട്ടൻ കാര്യങ്ങൾ ചെയ്തിട്ട് ഡൈനിങ്ങിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓപ്പൺ ഫീലിംഗ് തന്നെയാണ് ഡൈനിങ് ഹാൾ കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. ഡ്രോയിങ് സ്പേസിൽ നിന്നും ഡയറക്റ്റ് ആക്സസ് ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ മുകളിലായിട്ട് ഡബിൾ ഹൈറ്റ് കൊടുത്ത് ടോപ്പിൽ ഗ്ലാസ് ഇട്ടേക്കുന്നത് കാരണം ഈ റൂമിൽ എപ്പോഴും നല്ല സൺലൈറ്റ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള ആക്സസ് പോയിരിക്കുന്നത്. ഈ ഒരു റൂമിൻ്റെ ലെഫ്റ്റ് പോർഷനിൽ വളരെ പ്രൈവറ്റായിട്ട് പൂജാമുറി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു റൂമിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസും ഒരുക്കിയിരിക്കുന്നത്.